നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് നോക്കുന്നതായിട്ട് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ എൻട്രി എടുക്കുന്നത് എപ്പോഴും റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലിൽ മാത്രമായിരിക്കണം. അതായിരിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി, എപ്പോഴും അതായിരിക്കും. അപ്പൊ നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് നോക്കുക. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് എവിടെയായിരുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം സഡൻ ഫാൾ മാർക്കറ്റിൽ വന്നു. നമ്മൾ ഈ ഒരു ലെവലാണ് നിഫ്റ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ലോവർ താഴെയാണ് നമ്മൾ സപ്പോർട്ട് വരച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, 24,540. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലും സൂചിപ്പിച്ചായിരുന്നു സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകാനായിട്ട്. അതിനുശേഷം സഡൻ അപ്പ് മൂവ്മെന്റ് ഇവിടെ വന്നു. അതിനുശേഷം റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് 820, 765 റെസിസ്റ്റൻസിന്റെ അടുത്ത് ഷോർട്ട് സെല്ലും ആക്റ്റീവ് ആയതിനു ശേഷം റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് കണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തു. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് 924, 945 ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്തു. സഡൻ ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റ്, സഡൻ ആയിട്ടൊരു ഷോർട്ട് കവറിംഗ് റാലിയാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ടായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ട് റെസിസ്റ്റൻസിനനുസരിച്ച് മാത്രം ചെയ്യുക. സപ്പോർട്ട് റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്ത് ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന റേഞ്ചും ഇട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. മാർക്കറ്റിലായാലും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് മാർക്കറ്റിന്റെ കറന്റ് സിറ്റുവേഷൻ, നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അതിന് മുൻപ് തന്നെ നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫ് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ആണ്. ഇത് ഡെയിലിയിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫ്. ഇവിടെയാണ് മാർക്കറ്റ് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫാള്, അതായത് നമ്മുടെ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് 24,200 സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്ത് ആ ഒരു ലെവല്. അപ്പോൾ അതിനുശേഷമാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പോലെ മാർക്കറ്റ്, കാരണം മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ആയാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ, മാർക്കറ്റിൽ യുദ്ധം വരാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ആ വീക്കിന്റെ കോൺട്രാക്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നിട്ട് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ സഡൻ ആയിട്ടുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെഡ് കാനലാണ്. കാരണം ഇവിടെ മുതൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു റെഡ് കാനൽ, വലിയൊരു റെഡ്, പക്ഷെ ഗ്യാപ്പ് ആയതുകൊണ്ട് നമ്മുടെ ഒരു മാർക്കറ്റില് ഗ്യാപ്പും ഗ്യാപ് ഡൗൺ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. വലിയൊരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഷോർട്ട് പൊസിഷനാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള ഷോർട്ട് പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷൻ ഇവിടെ ഷോർട്ട് കവറിങ് റാലിയാണ്. അതിന്റെ ഒരു മുകളിലാണ്, ഈ ഗ്യാപ്പിന്റെ മുകളിലാണ് മാർക്കറ്റിന്റെ ഒരു ഓപ്പൺ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് മാർക്കറ്റ് അന്നത്തെ ഒരു ദിവസത്തിൽ ഇൻട്രാഡേയിൽ സംഭവിച്ചിരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ്, അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, വീണ്ടും ഒരു ബി പാറ്റേൺ അടിച്ചുകൊണ്ട് മുകളിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് മാർക്കറ്റിൽ, അതായത് ഈ വീക്കിലെ കോൺട്രാക്റ്റിൽ ഒരുപാട് പൊസിഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിന്റെ ലോങ് ടൈം വ്യൂവിൽ ആയാലും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ സംഭവിക്കുക, യുദ്ധം അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് മാർക്കറ്റ് ഒരുപാട് സമയത്തേക്ക്, ഒരുപാട് നാളത്തേക്ക്, ഒരുപാട് വർഷത്തേക്ക് ട്രെൻഡ് റിവേഴ്സലാകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പൊസിഷൻ ഇവിടെ വന്നത്. അതിന്റെ ഒരു ഷോർട്ട് കവറിങ് വീക്കാണ് നമുക്ക് ഇവിടെ കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്കിത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. നമുക്കത് എക്സാക്ട് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. ഇൻ കേസ് നല്ല വലിയൊരു ബൈർ ഓപ്പർച്യൂണിറ്റി, ഇൻ കേസ് പൊസിഷൻ വ്യൂവിൽ നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സമയത്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊരു ഷോർട്ടിന്റെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഷോർട്ടിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ നമുക്ക് ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എക്സാക്ട് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ എക്സാക്ട് ആയിട്ട് വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇത് മാത്രമാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. റൈറ്റ് എൻട്രി എപ്പോഴും നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസിന് അടുത്തൊന്ന് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ വീഡിയോസിലും പറയുന്നതാണ്.
അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് സപ്പോർട്ട് കാണുന്നത് 24,975 24,975. സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. നിഫ്റ്റിക്കായാലും 24,975 വില ഇൻട്രാഡേ സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹയർ ലെവലിലേക്കായാലും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് 25,200 25,200 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് 25,200. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് 25,190 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടായിരിക്കണം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 25,233 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം 25,233. ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് സപ്പോർട്ട് എന്നുള്ളൊരു എൻട്രിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഓപ്പണിംഗ് ആണ് 24,975 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ 24,855 സപ്പോർട്ട് 24,855. ഈ ഒരു ലെവലിൽ കുറച്ച് അടുത്തടുത്ത് സപ്പോർട്ടുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നിലനിർത്തുക. 24,785. അതുപോലെ തന്നെ അതിന് താഴെ സപ്പോർട്ട് വരുന്നത് 24,700. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇത്തരം ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേ ട്രെൻഡ് നിലനിൽക്കണം. എക്സാക്റ്റ് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ, സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.